ഗുഡ് മോർണിംഗ്. നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണ്. ജീനുകളുടെ പ്രവർത്തനഫലമായിട്ട് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ആക്ഷൻ ഓഫ് ജീൻസ്. പ്രോട്ടീൻ നിർമ്മാണം, അതായത് പ്രോട്ടീൻ സിന്തസിസ്, അതിന് രണ്ട് ഘട്ടങ്ങൾ ഉണ്ട്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ട് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. DNA-യിലെ ഒരു നിശ്ചിത ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്നും വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. ഈ mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കും, നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കും. അടുത്തതായി രണ്ടാമത്തെ ഘട്ടം ട്രാൻസ്ലേഷൻ, അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഘട്ടത്തിൽ രൂപപ്പെട്ട mRNA ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസത്തിലെത്തി അവിടെ നിന്നും റൈബോസോമിൽ എത്തിച്ചേരുന്നു. mRNA-യുടെ സന്ദേശമനുസരിച്ച് tRNA ഒരു നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. റൈബോസോമിൻ്റെ ഭാഗമായ rRNA ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. ഈ രണ്ട് ഘട്ടങ്ങളും ഒന്നുകൂടെ വിശദമായി മനസ്സിലാക്കാം. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഘട്ടമാണ് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടാമത്തെ ഘട്ടമാണ് ട്രാൻസ്ലേഷൻ. ഒന്നാമത്തെ ഘട്ടം നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഈ ഘട്ടത്തിൽ DNA-യുടെ ഒരു നിശ്ചിത ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് mRNA രൂപപ്പെടുന്നു, മെസ്സഞ്ചർ RNA രൂപപ്പെടുന്നു. ഈ mRNA-യിൽ എല്ലാ ജനിതക നിർദ്ദേശങ്ങളും പകർത്തിയിരിക്കും. അതായത് പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ, പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും, എല്ലാ സന്ദേശങ്ങളും ഇതിൽ പകർത്തിയിരിക്കും, mRNA-യിൽ പകർത്തിയിരിക്കും. ഈ mRNA നിർമ്മിക്കപ്പെടാൻ എൻസൈമുകളുടെ സഹായം ആവശ്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട എൻസൈമാണ്, അതിന് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട എൻസൈമാണ് RNA പോളിമറൈസ്. ഈ ഘട്ടത്തിൻ്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് ഷോർട്ടായിട്ട് നമുക്ക് DNA ഈസ് ട്രാൻസ്ക്രൈബ്ഡ് ഇൻ ടു mRNA ഓർ DNA ടു mRNA, ആ രീതിയിലൊന്ന് മനസ്സിലാക്കാം. DNA mRNA ആയിട്ട് മാറ്റപ്പെടുന്ന ഒരു ഘട്ടം, അതാണ് ഈ സംഭവം. ഇനി അടുത്തത് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ? ഇപ്പോൾ ന്യൂക്ലിയസിൽ നിന്നും mRNA, ഒന്നാമത്തെ ഘട്ടത്തിൽ രൂപപ്പെട്ട mRNA സൈറ്റോപ്ലാസത്തിലെത്തി അവിടെ നിന്ന് റൈബോസോമിലേക്ക് മാറ്റപ്പെടുന്നു, റൈബോസോമിൽ എത്തിച്ചേരുന്നു. ഇനി mRNA-യുടെ നിർദ്ദേശപ്രകാരം tRNA, ട്രാൻസ്ഫർ RNA ആവശ്യമായ അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ഇപ്പോൾ റൈബോസോമിൽ rRNA, റൈബോസോമൽ RNA ഉണ്ടായിരിക്കും. അത് റൈബോസിൻ്റെ ഭാഗമായ RNA ആണ്. ഈ rRNA-യുടെ സഹായത്താൽ ഈ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നു. അതായത് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കുന്ന ബോണ്ട് ഫോം ചെയ്ത്, ബോണ്ട് രൂപീകരിച്ച് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നു. ഈ ഘട്ടത്തിൻ്റെ പേരാണ് ട്രാൻസ്ലേഷൻ. അതായത് mRNA ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു പ്രോട്ടീൻ.
ഷോർട്ടായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. mRNA ടു പ്രോട്ടീൻ, ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കാം. പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന, പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്ന 3 RNAകൾ ഏതെല്ലാം? അവയുടെ ധർമ്മം എന്തെല്ലാം? നെയിം 3 RNA which participate in protein synthesis. What are their functions? ഒന്നാമത്തേത് mRNA, മെസ്സഞ്ചർ RNA. DNA-യിൽ നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അത് റൈബോസോമിൽ എത്തിക്കുന്നത് mRNA ആണ്. mRNA carries information or instructions, messages from DNA to ribosome for making protein. Second one, tRNA, transfer RNA. mRNA-യുടെ സന്ദേശപ്രകാരം, നിർദ്ദേശപ്രകാരം ആവശ്യമുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് tRNA ആണ്, ട്രാൻസ്ഫർ RNA ആണ്. ഇപ്പോൾ tRNA carries amino acids to ribosome. അടുത്തത് റൈബോസോമൽ RNA, rRNA. റൈബോസോമിൽ എത്തിച്ചേരുന്ന അമിനോ ആസിഡുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ബോണ്ട് ഫോം ചെയ്ത് രൂപീകരിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു.